എല്ലാവർക്കും നമസ്കാരം. തനതിടം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടാവശ്യത്തിനുള്ള ഉള്ളി എങ്ങനെ നട്ടുവളർത്താം, ഉള്ളിവിത്ത് നമുക്ക് എങ്ങനെ എടുക്കാം എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൃഷി ഇഷ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. ജനുവരി മാസം ഉള്ളി കൃഷിക്ക് പറ്റിയ സമയമാണ്. വീട്ടാവശ്യത്തിനുള്ള ഉള്ളി നമുക്ക് നിലത്തോ ഗ്രോ ബാഗിലോ നട്ടുവളർത്താം. നല്ല നീർവാർച്ച സൗകര്യവും അത്യാവശ്യം സൂര്യപ്രകാശവും കിട്ടുന്ന സ്ഥലമാണ് ഉള്ളി വളർത്താൻ നല്ലത്. നന്നായി കിളച്ചൊരുക്കി പരുവപ്പെടുത്തിയ സ്ഥലത്ത് 1 മീറ്റർ വരെ വീതിയിൽ വാരം കോരി ചെറിയ ഉള്ളി നടാം. ചെറിയ ഉള്ളി കൃഷിക്ക് വിത്ത് പാകി മുളപ്പിച്ച തൈയും ചെടിച്ചുവട്ടിലെ ഉള്ളിക്കുടങ്ങൾ, അതായത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നമ്മൾ കറിക്കായിട്ട് ഉപയോഗിക്കുന്ന ഉള്ളി, ഇതൊക്കെ നടീൽ വസ്തുവായി ഉപയോഗിക്കാം. തയ്യാറാക്കിയ വാരങ്ങളിലേക്ക് ഉള്ളി നടുമ്പോൾ വരികൾ തമ്മിൽ ഒരു 10-15 സെൻറ്റിമീറ്റർ അകലവും ചെടികൾ തമ്മിൽ 10 സെൻറ്റിമീറ്റർ അകലവും നൽകണം. ഒരു വാരത്തിലേക്ക് 5 തൈകൾ വരെ നടാം. 2 വാരങ്ങൾ തമ്മിൽ 2 അടി വരെ അകലം കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ നനയ്ക്കുന്നതിനും വളം കൂട്ടിക്കൊടുക്കുന്നതിനും കളകൾ നീക്കം ചെയ്യുന്നതിനും സൗകര്യം ഉണ്ടായിരിക്കും. വിത്ത് പാകി മുളപ്പിച്ച് ഒരു 6-8 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് പറിച്ച് നടാറാകും. നടുന്ന സമയത്ത് തൈത്തലപ്പിന് നീളം കൂടുതലെന്ന് തോന്നിയാൽ തൈയുടെ മുകൾ ഭാഗം കുറച്ച് മുറിച്ച് മാറ്റാവുന്നതാണ്. നട്ട് കഴിഞ്ഞ് സുഡോമോണസ് ലായനി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ തൈകൾ അഴുകുന്നത് ഒഴിവാക്കാം. 1 സെൻറ്റിലേക്ക് അടിവളമായി ഒരു 80 മുതൽ 100 കിലോഗ്രാം വരെ ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ നിലമൊരുക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. ആഴ്ചയിലൊരിക്കൽ കളകൾ നീക്കം ചെയ്യുന്നതോടൊപ്പം ഏതെങ്കിലും ജൈവവളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിണ്ണാക്ക് പുളിപ്പിച്ച് നേർപ്പിച്ച ലായനിയോ ജീവാമൃതമോ ഇതിനായി ഉപയോഗിക്കാം. നന്നായി ജൈവവളം ചേർത്ത് കൊടുത്താൽ നല്ല വിളവ് ലഭിക്കും. വീട്ടാവശ്യത്തിനുള്ള ഉള്ളി സ്ഥലപരിമിതിയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഗ്രോ ബാഗിലും നട്ടു വളർത്താവുന്നതാണ്. ഗ്രോ ബാഗിൽ മണൽ കലർന്ന മണ്ണ് വേണം ഉപയോഗിക്കാൻ. ഉള്ളിക്ക് നല്ല നീർവാർച്ച സൗകര്യം അത്യാവശ്യമാണ്. അല്ലെങ്കിൽ വെള്ളം തങ്ങി നിന്ന് ഉള്ളി അഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. നടുന്നതിന് 15 ദിവസം മുന്നേ മണ്ണിൽ കുമ്മായം ചേർത്ത് കൊടുക്കണം. ഒരു ഗ്രോ ബാഗിലേക്ക് ഒരു 50 ഗ്രാം വരെ കുമ്മായം ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 സെൻറ്റിലേക്ക് 2 കിലോഗ്രാം കുമ്മായം വരെ ചേർക്കാം. മണൽ കലർന്ന മണ്ണിൽ ഉണങ്ങി പൊടിഞ്ഞ ഏതെങ്കിലും കമ്പോസ്റ്റ് വളമോ ട്രൈക്കോഡെർമ വളർത്തിയ ചാണകപ്പൊടിയോ ഉപയോഗിച്ച് വളർച്ചാ മിശ്രിതം നിറയ്ക്കാവുന്നതാണ്. ഒരു ഗ്രോ ബാഗിൽ 5 തൈകൾ വരെ നടാം. ജൈവ രീതിയിൽ നടുമ്പോൾ ആഴ്ചയിലൊരിക്കൽ വളപ്രയോഗം നടത്തണം. നട്ട് 80-90 ദിവസം ആകുമ്പോഴേക്കും വിളവെടുക്കാറാവും. വിളവെടുപ്പ് സമയമാകുമ്പോൾ പൂവുണ്ടായി ഇലകൾ പച്ച നിറം മാറി ഉണങ്ങാൻ തുടങ്ങും. വിളവെടുപ്പിന് ഒരു 10 ദിവസം മുൻപേ നന നിർത്തണം. ഞാനിവിടെ ഗ്രോ ബാഗിൽ നട്ടിരിക്കുന്ന ഉള്ളിയാണിതൊക്കെ. ഈ ഉള്ളിയെല്ലാം വിളവെടുക്കാൻ സമയമായിരിക്കുകയാണ്. ഇതെല്ലാം പൂത്ത് ഇലയൊക്കെ ഉണങ്ങി തുടങ്ങി. ഇതാണ് ഉള്ളിയുടെ വിത്ത്. ധാരാളം പോഷകമൂലകങ്ങൾ അടങ്ങിയ ഒരു പച്ചക്കറി ഇനം തന്നെയാണ് ഉള്ളി. എല്ലാവരും വീട്ടാവശ്യത്തിനുള്ള ഉള്ളി ഗ്രോ ബാഗിലെങ്കിലും നട്ടു വളർത്താൻ ശ്രമിക്കുക. ചെറിയ ഉള്ളിയും സവാളയും ഇതേ രീതിയിൽ തന്നെ നടാവുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.